നമസ്കാരം. നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുണർതം നക്ഷത്രക്കാരുടെ 2025 സെപ്റ്റംബർ മാസത്തിലെ ഫലമാണ്. പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഈ മാസം നിർണായകമായ ജ്യോതിഷ സംഭവങ്ങളാൽ ശ്രദ്ധേയമാണ്. ഈ നക്ഷത്രം പുനരുജ്ജീവനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. അതിൻ്റെ ഭരണം വ്യാഴത്തിനാണ്. നക്ഷത്ര ദേവത ദേവന്മാരുടെ മാതാവായ അതിഥിയാണ്. ഇത് വളർച്ചയെയും വികാസത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അമ്പും വില്ലുമാണ് പുണർതം നക്ഷത്രത്തിൻ്റെ ചിഹ്നം. ജ്യോതിഷശാസ്ത്രപരമായ ഈ നക്ഷത്രം മിഥുനൻ രാശിയിലെ 20 ഡിഗ്രി മുതൽ കർക്കടകൻ രാശിയിലെ 3 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതിനാൽ പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദങ്ങളിൽ ജനിച്ചവർ മിഥുനക്കൂറിലും 4ാം പാദത്തിൽ ജനിച്ചവർ കർക്കിടകക്കൂറിലുമാണ് ഉൾപ്പെടുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളും ഗ്രഹണങ്ങളും 2 കൂട്ടരിലും വ്യത്യസ്തമായ സ്വാധീനങ്ങളാണ് ചെലുത്തുന്നത്. 2025 സെപ്റ്റംബർ മാസം പുണർതം നക്ഷത്രക്കാർക്ക് അവസരങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒരു സമ്മിശ്ര ഫലമായിരിക്കും നൽകുക. നക്ഷത്രാധിപനായ വ്യാഴം പുണർതം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ തുടരുകയും ചെയ്യും. ചൊവ്വ കന്നിരാശിയിൽ നിന്ന് തുലാമിലേക്ക് മാറുകയും അല്ലെങ്കിൽ സംക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം 2 പ്രധാന ഗ്രഹണങ്ങളും സംഭവിക്കുന്നു. പുണർതം നക്ഷത്രത്തിൻ്റെ അധിപനായ വ്യാഴം 2025 സെപ്റ്റംബർ മിഥുനൻ രാശിയിൽ പുണർതം നക്ഷത്രത്തിൽ തന്നെ സഞ്ചരിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഇത് വളരെ അനുകൂലമായ സ്വാധീനമാണ് ചെലുത്തുന്നത്. അറിവ് നേടാനും ഇത് ആശയവിനിമയം എന്നിവയ്ക്കുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ്. 2025 ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. ഈ പ്രതിലോമ ചലനം പുണർതം നക്ഷത്രത്തിലെ ആദ്യ 3 പാദക്കാർക്ക്, അതായത് മിഥുനക്കൂറുകാർക്ക് 10ാം ഭാവത്തിലും 4ാം പാദക്കാർക്ക്, അതായത് കർക്കിടകക്കൂറുകാർക്ക് 9ാം ഭാവത്തിലുമായിരിക്കും. കർമ്മത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഗ്രഹമായ ശനിയുടെ ഈ വക്രഗതി തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നിവയുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ എടുത്തിരുന്ന തീരുമാനങ്ങളെ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനേക്കാൾ നിലവിലുള്ള കാര്യങ്ങളിൽ ക്രമപ്പെടുത്താനും മുൻപ് ചെയ്ത തെറ്റുകൾ തിരുത്താനും ആവശ്യപ്പെടുന്നുണ്ട്. ചൊവ്വ സെപ്റ്റംബർ 13 കന്നിരാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് മാറുന്നു. ഇത് പ്രണയം, കുട്ടികൾ, സ്വത്ത്, വീട് തുടങ്ങിയ കാര്യങ്ങളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. സെപ്റ്റംബർ 17 വരെ സൂര്യൻ ചിങ്ങൻ രാശിയിലും തുടർന്ന് കന്നിരാശിയിലും സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം മുഴുവൻ മൗഢ്യത്തിലായിരിക്കും. ബുധൻ മൗഢ്യത്തിലായിരിക്കുമ്പോൾ ആശയവിനിമയത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ടാക്കും. പുണർതം നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിലൂടെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനുള്ള കഴിവുള്ളവരാണ്. ഈ മാസം തൊഴിൽപരമായ കാര്യങ്ങളിൽ വളർച്ച പ്രതീക്ഷിക്കാം. വ്യാഴത്തിൻ്റെ അനുകൂല സ്വാധീനം കാരണം ജോലി സ്ഥലത്ത് അംഗീകാരവും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണയൊക്കെ നിങ്ങൾക്കുണ്ടാകും. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും നല്ല സമയമാണ്. എന്നാൽ അലസതയൊക്കെ ഒഴിവാക്കണം. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിജയം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്കിത് അനുകൂലമായ സമയമാണ്. പക്ഷേ എല്ലാ വശങ്ങളും വിശദമായി ചിന്തിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. ബുധൻ്റെ മൗഢ്യകാലമായതിനാൽ ആശയവിനിമയത്തിലും ഔദ്യോഗിക രേഖകളിലും തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യങ്ങൾ കൂടുതൽ ജാഗ്രത വേണം. സാമ്പത്തികമായി ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ടൊരു സമയമാണ്. നക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്വാധീനം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത അനിവാര്യമാണ്. അനാവശ്യമുണ്ടാകുന്ന ചെലവുകൾ നിയന്ത്രിക്കണം. പെട്ടെന്നുള്ള നിക്ഷേപ തീരുമാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടത് പ്രധാന കാര്യമാണ്. ധനകാര്യങ്ങളിൽ വിദഗ്ധമായൊരു ഉപദേശം തേടുന്നത് നിങ്ങൾക്ക് ഗുണകരമായി മാറും. പ്രണയബന്ധങ്ങളിൽ ഈ മാസം കൂടുതൽ ആഴവും അടുപ്പമൊക്കെ ഉണ്ടാകും. എങ്കിലും ചില സമയങ്ങളിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അമിത വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുകയും തുറന്ന് സംസാരിക്കുകയും ചെയ്താൽ ബന്ധങ്ങൾ ശക്തമാകും. വിവാഹിതരായവർക്ക് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കാൻ കഴിയും. ജോലിയുടെ തിരക്ക് മൂലം പങ്കാളിയെ സഹായിക്കാൻ സമയം കിട്ടാതെ വരുന്നത് ചെറിയ ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ ഈ മാസം അവസരം ലഭിക്കുന്നതാണ്. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഗൃഹനിർമ്മാണത്തിനും അനുകൂലമായ സമയമായിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ ഭിന്നതകളും ഉണ്ടായെന്ന് വരാം. ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ കുടുംബത്തിൽ സമാധാനം നിലനിർത്താനും അത് തുടർന്നു പോകാനും സാധിക്കും. വ്യാഴത്തിൻ്റെ അനുകൂല സ്വാധീനം കാരണം പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ്. എങ്കിലും മാനസിക സമ്മർദ്ദം, വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്നിവയ്ക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. ചിട്ടയായ വ്യായാമം, ധ്യാനം, ആരോഗ്യകരമായ ഭക്ഷണ രീതി
എന്നിവ നിങ്ങൾ പിന്തുടരണം. ഇത് ഈ മാസത്തെ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് മുന്നേറാൻ സഹായിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂലമായ സമയമാണ്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഉന്നത വിജയം നേടിയെടുക്കാനും സാധിക്കും. ഉപരിപഠനത്തിനോ പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം പഠനത്തിൽ കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായ കാലവുമാണ്. ഈ മാസത്തിൽ വരുന്ന സൂര്യഗ്രഹണം വിദ്യാർത്ഥികൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നതിനും പുതിയ തുടക്കങ്ങൾക്കും കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുന്നതിനും സഹായകവുമാകും. വ്യാഴം, ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാരം ചെയ്യണം. പുണർദം, വിശാഖം, പൂരുട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീരാമ പ്രതിഷ്ഠയോട് കൂടിയ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നെയ്വിളക്കും വെറ്റിലമാലയും സമർപ്പിക്കുന്നത് ഉത്തമമാണ്. മഞ്ഞക്കടുക്, മഞ്ഞൾ, മുല്ലപ്പൂവ് എന്നിവ ചേർത്ത വെള്ളത്തിൽ കുളിക്കുന്നത് വ്യാഴദോഷം കുറയ്ക്കാൻ സഹായിക്കും. സെപ്റ്റംബർ 7, 21 എന്നീ തീയതികളിലെ ഗ്രഹണ സമയത്ത് പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും തീരുമാനങ്ങളെടുക്കുന്നതും ഒഴിവാക്കുക. ഗ്രഹണ സമയത്ത് മന്ത്രം ജപിക്കുന്നതിലും ധ്യാനത്തിലും ഏർപ്പെടുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ശനിദോഷം കുറയ്ക്കാൻ ഗണപതി, ദുർഗ, ശ്രീകൃഷ്ണൻ, മഹാദേവൻ, ഹനുമാൻ ഭജനം എന്നിവ നടത്തുക. വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തി അരവണയോ കടുംപായസമോ ഒക്കെ സമർപ്പിക്കാവുന്നതുമാണ്. വെള്ളച്ചന്ദനം, വെളുത്ത പൂക്കൾ, പനിനീർ, ശംഖ് എന്നിവ ചേർത്ത് വെള്ളത്തിൽ കുളിക്കുന്നത് ചന്ദ്രദോഷം കുറയ്ക്കാൻ ഉത്തമമാണ്. സെപ്റ്റംബർ 7 ചന്ദ്രഗ്രഹണം മീനൻ രാശിയിൽ സംഭവിക്കുന്നു. ഈ ഗ്രഹണം പുണർദം നക്ഷത്രക്കാരെ കാര്യമായി ബാധിക്കും. ഈ ഗ്രഹണം കർക്കിടകക്കൂറുകാർക്ക് ഭാഗ്യത്തിൻ്റെയും ആത്മീയതയുടെയും 9ാം ഭാവത്തിലും, മിഥുനക്കൂറുകാർക്ക് തൊഴിലിൻ്റെയും സാമൂഹ്യ നിലയുടെയും 10ാം ഭാവത്തിലുമായിരിക്കും. അതിനാൽ ഈ ഗ്രഹണം രണ്ട് കൂട്ടരിലും വലിയ മാറ്റങ്ങൾക്കുള്ള വഴി തുറന്നേക്കാം. സെപ്റ്റംബർ 21 സൂര്യഗ്രഹണം കന്നി രാശിയിലാണ് സംഭവിക്കുന്നത്. ഈ ഗ്രഹണം തൊഴിൽ, ആരോഗ്യം, കുടുംബം എന്നീ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ ഗ്രഹണം കർക്കിടകക്കൂറുകാർക്ക് 3ാം ഭാവത്തിലും മിഥുനക്കൂറുകാർക്ക് 4ാം ഭാവത്തിലുമാണ് വരുന്നത്. ആശയവിനിമയം, സഹോദരങ്ങൾ, വീട്, കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ ഈ ഗ്രഹണം സ്വാധീനിക്കുന്നുമുണ്ട്. ഗ്രഹണ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ ദിവസങ്ങളിൽ ക്ഷമയോടെയും ശാന്തമായും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 2025 സെപ്റ്റംബർ മാസം പുണർദം നക്ഷത്രക്കാർക്ക് അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞൊരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. നക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ ശക്തമായ സ്വാധീനം ശുഭകരമായ ഫലങ്ങൾക്ക് കാരണമാകുമ്പോൾ ഗ്രഹങ്ങളുടെ മറ്റു സംക്രമണങ്ങളിലും ചില മേഖലകളിലെ പ്രത്യേക ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട്. ഈ മാസത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം വിജയമൊക്കെ നേടിത്തരുന്നതായിരിക്കും. വ്യക്തിബന്ധങ്ങളിലും കുടുംബത്തിലും ക്ഷമയും തുറന്ന സംഭാഷണങ്ങളും ആവശ്യമാണ്. പ്രത്യേകിച്ച് വക്രഗതിയിലുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഗ്രഹണ സമയത്ത് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കി മന്ത്രജപത്തിലും ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നത് ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നതാണ്. വിവേകത്തോടെയും ക്ഷമയോടെയും മുന്നോട്ട് പോകുന്നത് ഈ മാസത്തെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ പുണർദം നക്ഷത്രക്കാർക്ക് സഹായകമാകുന്ന കാര്യങ്ങളാണ്.